ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മോശം കമന്റുകൾ. ഹണി റോസ് യുദ്ധം പ്രഖ്യാപിച്ചു. അറസ്റ്റ് സംഭവിച്ചു. ഇനി ബോച്ചെ നാവടക്കും. ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മോശം കമന്റ് ഇട്ടവർക്ക് എതിരെ പരാതിയുമായി നടി ഹണി റോസ്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് നടി ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുന്നത്. 30 പേർക്കെതിരെയാണ് സ്ത്രീത്വത്തെ അവഹേളിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ ഇതേ വിഷയം പരാമർശിച്ചുകൊണ്ട് ഹണി റോസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇതിലാണ് മോശം കമന്റുകൾ വന്നത്. ഒരാൾ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ പിന്നാലെ നടന്ന് അപമാനിക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ പരിഹസിക്കുന്നവർക്ക് നടി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാനസിക വൈകൃതം ഉള്ളവരുടെ പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവെന്നും പക്ഷേ ഇനി നിയമ നടപടി സ്വീകരിക്കുമെന്നും നടി പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനുശേഷവും മോശം കമന്റുകൾ വന്നതോടെയാണ് ഹണി റോസ് പോലീസിനെ സമീപിച്ചത്. നടിയുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോശം കമന്റ് ഇട്ടവരുടെ വിശദാംശങ്ങളും നടി പരാതിക്കൊപ്പം കൈമാറിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ സ്ത്രീവിരുദ്ധ കമന്റുകൾ ഇട്ട എറണാകുളം പനങ്ങാട് സ്വദേശിയായ ഷാജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. IT വകുപ്പടക്കം ചുമത്തിയിട്ടുണ്ട്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ബാക്കി പ്രതികളെ കണ്ടെത്തുമെന്ന് പോലീസ് അറിയിച്ചു. രേഖകൾ സഹിതം പരാതി നൽകിയതിന് പിന്നാലെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇവരുടെ ലൊക്കേഷൻ പോലീസ് കണ്ടെത്തുകയും ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ഷാജിയെ വൈകാതെ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ച് ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ സ്വീകരിക്കും. അതേസമയം ഒരു വ്യക്തി തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് നടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം പരാമർശങ്ങൾ ആസ്വദിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നുണ്ടെന്നും ഹണി പറഞ്ഞിരുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നുവെന്നും ഹണി റോസ് ആരോപിച്ചിരുന്നു. അതിനിടെ ഹണി റോസ് സൂചിപ്പിച്ചത് പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെയാണെന്ന് ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായം പങ്കുവച്ചിരുന്നു. ഹണി റോസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്നത് പോലെയുള്ള പല ദ്വയാർത്ഥ കമന്റുകളും അടുത്തിടെ ബോബി ചെമ്മണ്ണൂർ നടത്തിയിരുന്നു എന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. ഹണി റോസിനെ കുറിച്ച് മുൻപ് ബോബി ചെമ്മണ്ണൂർ നടത്തിയ ചില പരാമർശങ്ങൾ വിവാദമായിരുന്നു. ഹണിയെ കാണാൻ പുരാണത്തിലെ കുന്തി ദേവിയെ പോലെയാണെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു. കൂടാതെ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തിന്റെ വീഡിയോയും വൈറലായിരുന്നു. ഇതൊക്കെ ചേർത്താണ് പലരും ബോച്ചയെയാണ് ഹണി ഉദ്ദേശിച്ചതെന്ന് പറയുന്നത്. അതേസമയം പേര് പറഞ്ഞില്ലെങ്കിലും ആ വ്യക്തിയെ ആളുകൾക്ക് അറിയാമെന്നും വിവാദമുണ്ടാക്കാൻ താല്പര്യമില്ലെന്നും വ്യക്തമാക്കി ഹണി റോസ് രംഗത്തെത്തിയിരുന്നു. നിയമ നടപടിയെപ്പറ്റി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇനിയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം തുടർന്നാൽ തീർച്ചയായും നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. പേര് പറഞ്ഞില്ലെങ്കിലും ആളുകൾക്ക് അയാളെ അറിയാം. സാമൂഹിക മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെട്ട വിഷയമാണത്. ഇങ്ങനെ തന്നെ പോകാമെന്നുള്ളത് സ്വയം എടുത്ത തീരുമാനമാണ്. എനിക്ക് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ല. എനിക്കും എൻ്റെ കുടുംബത്തിനും അത്രയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ വിഷയമായതിനാലാണ് പ്രതികരിക്കാൻ തീരുമാനിച്ചത് എന്നും ഹണി റോസ് പറഞ്ഞു. ഇതിന് പിന്നാലെ യുദ്ധം പ്രഖ്യാപിക്കുന്നുവെന്ന പുതിയ പോസ്റ്റുമായി ഹണി റോസ് വീണ്ടും രംഗത്തെത്തി. ഇന്ത്യയിലെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല. ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. എൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശ ഉണ്ടാക്കുന്നതിലും എനിക്ക് വിരോധമില്ല, പരാതിയില്ല. പക്ഷേ അത്തരം പരാമർശങ്ങൾക്ക് ആംഗ്യങ്ങൾക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ വരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയതിനാൽ എൻ്റെ നേരെയുള്ള വിമർശനങ്ങളിൽ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും പഠിച്ച് ഞാൻ നിങ്ങളുടെ നേരെ വരും. ഒരിക്കൽ കൂടി പറയുന്നു, സമൂഹ മാധ്യമങ്ങളിലെ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യന്മാരെ, നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നുപോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു പുതിയ പോസ്റ്റ്.